ഹലോ, ഹായ് ഓൾ, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് വളരെ രുചികരമായിട്ടുള്ള വളരെ കുറഞ്ഞ ചേരുവകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ടുണ്ടാക്കുന്ന ഒരു മീനിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതിന് ദശക്കട്ടിയുള്ള ഏതെങ്കിലും മീനാണ് എടുക്കേണ്ടത്. ആവശ്യമായിട്ടുള്ള മെയിനായിട്ടുള്ള കുറച്ച് ചേരുവകളാണ് 3 സവാള, 2 വലിയ സ്പൂൺ ടൊമാറ്റോ സോസ്, ഒരു വലിയ തക്കാളി, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതേപോലെ 3 സ്പൂൺ മുളക് പൊടി. ഇത്രയാണ് മെയിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ്. 1 കിലോ മീനിന് ആവശ്യമായിട്ടുള്ള ചേരുവകളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. പിന്നെ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ മീൻ വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലൊന്ന് മാഗ്നേറ്റ് ചെയ്യണം. അപ്പോൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇത്ര മാത്രം യൂസ് ചെയ്തുകൊണ്ടാണ് ഇത് മാഗ്നേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഒരു അരമണിക്കൂർ ഇത് മാറ്റി വെച്ചതിന് ശേഷം നന്നായിട്ട് ഇതിനെ ഒന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതാണ് നല്ലത്. അങ്ങനെ മീൻ നന്നായിട്ട് വളരെ കട്ടിയായിട്ട് പൊരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു എന്താ പറയുക, ഏകദേശം നമ്മളെ ചില്ലി ചിക്കനൊക്കെ ഉണ്ടാക്കുമ്പോൾ പൊരിച്ചെടുക്കൂലേ, ആ ഒരു രീതിയിൽ അങ്ങ് പൊരിക്കുക. അപ്പോൾ ഇതാ നമ്മുടെ മീനൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കോരിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമ്മൾ എടുത്തിട്ടുള്ള 3 സവാളയിൽ നിന്നും പകുതി സവാള നമ്മൾ എന്ത് ചെയ്യണം, ഒരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ബിരിയാണിക്കൊക്കെ പൊരിച്ച് കോരുന്ന പോലെ കോരി മാറ്റണം. ആക്ച്വലി ഇത് എൻ്റെ ഇളയമ്മയുടെ റെസിപ്പിയാണ്. ഇളയമ്മയ്ക്ക് ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കാനൊക്കെ അറിയാം. അപ്പോൾ ഇളയമ്മയാണ് എനിക്ക് ഈ ഒരു റെസിപ്പി ഷെയർ ആക്കി തന്നത്. അപ്പോൾ ഞാനും ഇതിൻ്റെ ഒരു ഫാനാണ്. ഇത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കോംബോ എന്ന് പറയുന്നത് ഇതിൻ്റെ കൂടെ മീനിൻ്റെ ഫ്രൈഡ് റൈസാണ്, ഫിഷ് ഫ്രൈഡ് റൈസ്. അപ്പോൾ ഇതാ നമ്മുടെ സവാളയൊക്കെ പൊരിച്ച് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മെയിനായിട്ടുള്ള പാചകത്തിലോട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മീൻ പൊരിച്ച എണ്ണയിൽ നിന്ന് കുറച്ച് ഓയിൽ എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ പൊരിച്ച് കോരി മാറ്റിയതിന് ശേഷം ബാക്കിയുള്ള കുറച്ച് സവാള ഉണ്ടല്ലോ, പകുതി, അത് നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. നല്ലോണം വഴന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെ നന്നായിട്ട് ഇത് വഴന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതേപോലെ തക്കാളി, ഇവ കൂടിയിട്ട് നന്നായിട്ട് ഒന്നുകൂടി വഴറ്റിയെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നന്നായിട്ട് ആ തക്കാളിയിലെ വെള്ളമൊക്കെ ഇറങ്ങി വെന്ത് ഉടയുന്നവരേക്ക് നമുക്കത് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ഇതിലേക്ക് 2 സ്പൂൺ ടൊമാറ്റോ സോസ്, 3 സ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്ത് ഒന്നുകൂടി വഴറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിക്കുക. അപ്പോൾ ഞാൻ വീഡിയോ എടുത്ത സമയത്ത് അതൊക്കെ ചേർത്ത് ഇതിൽ കാണുന്നില്ല. അതിനുശേഷം ഇത് നന്നായി വെട്ടി തിളയ്ക്കുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. ഈ ഒരു സമയം ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമ്മുടെ പാകത്തിനുള്ള ഉപ്പുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ നേരത്തെ പൊരിച്ച് മാറ്റി വെച്ച മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് എല്ലായിടത്തും ഇളക്കി യോജിപ്പിക്കുക. മസാല എല്ലാ സ്ഥലത്തും എത്തണം. നമുക്ക് ഇതിലെ തീ സിമ്മിലിട്ട് കൊടുക്കുക. അതിനുശേഷം ഇത് നന്നായിട്ട് വറ്റിച്ചെടുക്കുക. ഇത് അധികം വെള്ളത്തോട് കൂടിയുള്ള ഒരു ഡിഷല്ല, ഒരു ഡ്രൈ ആയിട്ടുള്ള ഡിഷാണ്. ഇനി ആർക്കെങ്കിലും വെള്ളം കൂടുതലായിട്ട് വേണമെന്നുള്ളവർ 1/2 കപ്പിന് പകരം 1 കപ്പ് വെള്ളം ചേർത്തിട്ട് ഇത് തിളപ്പിച്ച് അധികം വറ്റിക്കാതെ തന്നെ എടുക്കുക. ഇനി നമ്മുടെ ഈ ഒരു ഡിഷ് ഇപ്പോൾ വറ്റിയിട്ടുണ്ട്, നമ്മൾ വെള്ളമൊക്കെ. അപ്പോൾ ആ ഒരു സമയത്താണ് നമ്മൾ നേരത്തെ പൊരിച്ച് മാറ്റി വെച്ച സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. അങ്ങനെ സവാളയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇനി നമ്മുടെ പണിയൊന്നുമില്ല. ഇതിനെ ഒന്ന് ഇളക്കി എല്ലായിടത്തും യോജിപ്പിച്ച് കൊടുക്കുക മാത്രമാണ് ഇനി ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സിമ്പിളായിട്ടുള്ള മീനിൻ്റെ ഒരു വിഭവം. അപ്പോൾ ഇതുവരെയായിട്ടും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നവരേക്കും അസ്സലാമു അലൈക്കും.